ഹായ് ഗായ്സ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ ആയിട്ടും കൂട്ടാം. പിന്നെ എനിക്ക് വാങ്ങാനുണ്ടായി കുറച്ച് സ്റ്റേഷനറിയും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിനായി വീഡിയോന്റെ ലാസ്റ്റ് കാണിക്കുന്നതാണ്. നമ്മ ഒരു 11-12 മണി ആ ഒരു സമയത്താണ് ഇറങ്ങിയത്. അപ്പൊ അത് തന്നെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നല്ല ബിരിയാണിയും പിന്നെ ലെയിം ടീം കുടിച്ചിട്ടാണ് നമ്മുടെ ആദ്യത്തെ തുടക്കം. പിന്നെ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് കണ്ണൂർ സെക്യൂര മാളിലേക്കാണ്. അപ്പൊ പോകുന്ന വിക്ക് കണ്ണൂർ കോക്ടെയിൽ കണ്ടരും. അത് കുടിക്കാനുള്ള ഒരു ചെറിയ മോഹം. അപ്പൊ അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ സെക്യൂര മാളിലേക്ക് എത്തി. പിന്നെ കാറൊക്കെ പാർക്ക് നമ്മൾ ആദ്യം എത്തുന്നത് ബുക്ക് സ്റ്റോറിലേക്കാണ്. അവിടെ എത്തിയിട്ട് ഇത്രയും ബുക്ക് ഉണ്ടായിട്ട് എന്റെ കണ്ണുപോയത് ബുക്കിലേക്കല്ല, സ്റ്റേഷനറിയിലേക്കാണ്. സ്റ്റേഷനറി ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ സ്റ്റേഷനറി ഒന്നും വാങ്ങിയില്ല, പക്ഷെ ബുക്ക് വാങ്ങിയിരുന്നു. പിന്നെ എന്തൊക്കെ സ്റ്റേഷനറി അവിടെ ഉണ്ടായിരുന്നു കാണിച്ചാലേ. അപ്പൊ അത് തന്നെ ബുക്ക് മാർക്കാണ്. നല്ല ക്യൂട്ടില്ലേ? ഇത് മാഗ്നറ്റും കൂടിയാണ്. ഇതാ കണ്ടോ, ഇത്രയും സ്റ്റേഷനറിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കണ്ടിട്ടുള്ള കുറച്ച് ക്യൂട്ട് സാധനം ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ഹൈലൈറ്റർ ആണ്, പിന്നെ ഈ ഗ്ലൂ, പിന്നെ ഈ നെയിൽസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്കിവിടെ കണ്ടിയിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഈ പെൻഗ്വിനെയാണ്. പിന്നെ ഈ കുഞ്ഞി സാധനങ്ങളാണ്. ഇതെന്താന്ന് വെച്ചാൽ ഇതിൽ ടേപ്പ് ഉണ്ട്, സ്റ്റേപ്ലർ ഉണ്ട്, സ്റ്റിക്കി നോട്ട് ഉണ്ട്, കത്രിക ഉണ്ട്, പെൻസിൽ ഉണ്ട്. എല്ലാം കൂടിയിട്ടുള്ള ഒരു കുഞ്ഞി ബോക്സ് ആണ്. നല്ല ക്യൂട്ടില്ലേ കാണാൻ. പിന്നെ ഞാൻ ഈ പറയും നടക്കുന്ന കുറച്ച് സാധനം കാണിച്ചില്ലേ, അത് ബുക്ക് മാർക്കും ഹൈലൈറ്റേഴ്സും ഒക്കെ ആണ്. കണ്ടോ, ഇതെന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ്. അതായത് ഈ ബിഗിനേഴ്സിനൊക്കെ പറ്റുന്ന ക്രാഫ്റ്റിന്റെ ബുക്കാണ്. എനിക്ക് കണ്ടിട്ട് തോന്നിയത് നല്ല യൂസ്ഫുൾ ആണെന്നാണ്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് ആൻ ഫ്രാങ്കിന്റെ ഡയറി. അങ്ങനെ നമ്മള് വാങ്ങേണ്ട ബുക്സ് ഒക്കെ വാങ്ങിയിട്ട് നേരെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കി. പിന്നെ നമ്മൾ എത്തുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടുന്നും എന്റെ കണ്ടുപോയത് സ്റ്റേഷനറിയിലേക്ക് തന്നെയാണ്. എല്ലാവരും ഓരോരോ ഭാഗത്ത് പോയി. പിന്നെ ഞാൻ ഈ സ്റ്റേഷനറി ഭാഗത്ത് നിന്നിട്ട് ചുറ്റി കളിച്ചു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എന്നെ മറ്റും മിസ്സായി കഴിഞ്ഞാല് എന്റെ പാരന്റ്സിന് ഈ സെക്ഷനിൽ വന്നാൽ എന്നെ കിട്ടും. അതുകൊണ്ട് അവർക്ക് എന്റെ കാര്യത്തിൽ ഒരു ഭയവും ഇല്ല. പിന്നെ ഞാൻ ഇവിടുന്ന് കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല, കുറച്ച് ബുക്സ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മ ഇത് കഴിഞ്ഞിട്ട് നേരെ എജു സ്റ്റോറിലേക്കാണ് പോകുന്നത്. പേഴ്സണലി പറയാനാണെങ്കിൽ അവിടെ എത്തിയപ്പം എവിടെയും ഇല്ലാത്തൊരു സന്തോഷം. എന്തെടുക്കേണ്ടിന്ന് എനിക്ക് തന്നെ കൺഫ്യൂഷനായി. സത്യം പറയുകയാണെങ്കിൽ അവിടെ എത്തിയപ്പോൾ വേറെ ഏതോ ലോകത്തുണ്ടായ പോലെ ഉണ്ടായത്. ശരിക്കും ലൈക്ക് പിൻട്രസ്റ്റ്. ഇവിടെ ഇല്ലാത്ത സാധനമില്ല. അതായത് നമ്മളിപ്പം ഓൺലൈനിലൊക്കെ നോക്കലില്ലേ, അതായത് ഈ അടുത്ത ഷോപ്പിലൊന്നും കിട്ടാത്തത് അതൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് അധികം സാധനം തന്നെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നിങ്ങൾ തന്നെ കണ്ടോക്ക്. ഇവിടെ കുറെ ക്യൂട്ട് സ്റ്റിക്കി നോട്ട്സ് ഒക്കെ ഉണ്ട്. കണ്ടിട്ട് മൊത്തം വാങ്ങാൻ തോന്നുന്നു. അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടിയിരുന്നു. അപ്പൊ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്നെ എന്തൊക്കെ വാങ്ങിച്ചെന്ന് കണ്ടാലോ. അപ്പൊ ആദ്യം തന്നെ കട്ടിംഗ് മാറ്റാണ്. ഇത് കുറെ കാലമായി ഞാൻ വാങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുന്നു. ഇത് അത്യാവശ്യമായ ഒരു സാധനമാണ്. അതുമാത്രമല്ല ഇതിന് പിങ്ക് ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, പക്ഷെ പിങ്ക് അവിടെ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഗ്രീൻ വിചാരിച്ച് വന്നതാ. കാരണം എൻ്റെ മാഷൊക്കെ അത്രയും സ്ക്രാച്ച് ആകാൻ തുടങ്ങി. അടുത്തത് A4 സൈസിന്റെ ഷീറ്റാണ്. ഇത്രകാലം ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്കിൽ നിന്നായിരുന്നു പേജ് വരച്ചത്. കാരണം ഇത് തീർന്നു, അത് വാങ്ങേണ്ട മടി കാരണം എൻ്റെ ഡ്രോയിങ് ബുക്കിലത്തെ പേജ് എടുക്കാൻ തുടങ്ങി. അടുത്തത് നിങ്ങൾ എല്ലാ ക്രാഫ്റ്റുകാരുടെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. അതായത് ഈ പൂവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഈ കമ്പി യൂസ് ചെയ്തിട്ടില്ല ചെയ്യാൻ, അത് തന്നെ. പിന്നെ അടുത്തത് ഈ സ്റ്റീലിൻ്റെ സ്കെയിലാണ്. ഇത് കുറച്ച് കാലമായി വാങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടപ്പം ഇതെല്ലാം എടുത്തു. പിന്നെ ഈ ബുക്ക് കണ്ടാൽ തോന്നോ ഇതിന് 40 രൂപയേ ഉള്ളൂന്ന്. ഇത് കാണുമ്പോൾ കുറച്ച് എസ്തെറ്റിക് ക്യൂട്ട്. അതുമാത്രമല്ല ഇതൊരു കുറച്ച് കുറഞ്ഞ വിലയും കൂടിയാണല്ലോ, അതുകൊണ്ട് എടുത്തതാ. പിന്നെ ഒരു പേപ്പർ കട്ടർ. പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ എൻ്റെ അടുത്തുണ്ടായ ഒരു പേർപ്പിൾ കത്രിക. ആ കത്രിക ഞാനൊരു കമ്പി മുറിച്ച് അതിന്റെ മൂർച്ച പോയി. അതുകൊണ്ടാണ് വീണ്ടും ഒരു കത്രിക വാങ്ങിയത്. പിന്നെ ഒരു സെലോ ടേപ്പ്. ഇത് വാങ്ങണമെന്ന് കുറെ കാലമായി വിചാരിക്കുന്നു. അപ്പൊ അവിടെ കണ്ടപ്പോൾ ഇതും കൂടി എടുത്തു. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് കുറച്ച് വലുതാണ്. അത് അത്ര കംഫർട്ട് അല്ല യൂസ് ചെയ്യുമ്പം. അതുകൊണ്ടാണ് ഞാൻ ചെറുത് വാങ്ങിയത്.
പിന്നെ ഞാൻ പാസ്റ്റൽ കളർ പെയിന്റും കൂടി വാങ്ങിയിരുന്നു. എൻ്റെ അടുത്തുള്ളത് തീരാനായി. അതുമാത്രമല്ല എക്സ്ട്രാ ആയിട്ട് 2 വൈറ്റ് കളർ പെയിന്റും കൂടി വാങ്ങിന്. അടുത്തതൊരു ക്ലിപ്പാണ്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ജേണലൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സൈഡിൽ നിന്ന് പേപ്പർ മറിഞ്ഞു വരത്തില്ലേ, ആ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയണ്ടാവൂലേ, ഇത് ഗ്ലൂ ആണ്. സാധാരണ എല്ലാ ക്രാഫ്റ്റുകാരുടെ അടുത്തും ഉണ്ടാവുന്ന സാധനമാണ്. അടുത്തത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ ക്യൂട്ട് സ്റ്റിക്കി നോട്ട് കണ്ടുതരാം. എല്ലാം എടുക്കാൻ തോന്നിയിരുന്നു, പക്ഷേ ഈ 2 എൻ്റെ കണ്ണിൽ ഏറ്റവും കൂടുതലായിട്ട് സ്പാർക്ക് അടിച്ചത്. ഒന്ന് ഗ്രിഡ് ആയിട്ടും പിന്നെ മറ്റേത് ആ ഒരു ചിത്രം കാണാൻ എനിക്ക് എന്തോ ഒരു നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അടുത്ത് തന്നിട്ട് ആ ഒരു അടിപൊളി സാധനം, അതായത് ഇത് പെന്നൊന്നല്ല, ഇതൊരു ഗ്ലൂ ആണ്. ഞാൻ പെന്നെന്ന് വിചാരിച്ചിട്ടായിരുന്നു വാങ്ങിയത്. ഞാൻ വീട്ടിലെത്തിയിട്ട് ഇത് എൻ്റെ ബുക്കിനൊന്ന് വരച്ച് നോക്കി, എന്നിട്ട് എന്തോ ആയിട്ട് വരുന്നില്ല, ഒരു വെള്ളം പോലെ വരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു വാങ്ങിയപ്പോൾ തന്നെ ലീക്കും അടിച്ചോ. പിന്നെ ഞാൻ ശരിക്കും വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത്, അതായത് ഇത് ഗ്ലൂ ആണ്. എന്തായാലും എൻ്റെ ക്യൂട്ടായിട്ടുള്ളൊരു ഗ്ലൂ കിട്ടിയില്ലേ. പിന്നെ ഇപ്പോൾ കാണിച്ച 2 പെന്നുണ്ടോ, അത് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. അതായത് ഒന്ന് വൂൾഫും ഒന്ന് വൈറ്റ് പപ്പിയും കൂടിയാണ്. അത് കണ്ടിട്ട് എന്തോ ഒരു ഇഷ്ടം, അതുകൊണ്ട് വാങ്ങിയതാ. പിന്നെ 2 ഫെയറി ലൈറ്റും, പിന്നെ അടുത്തതും ഒരു അടിപൊളി സാധനവും. ഇത് വരുന്നത് ഒന്ന് സ്റ്റാറും പിന്നെ ഒന്ന് ലെറ്റേഴ്സും ആണ്. എന്താണെന്നറിയില്ല, ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്നു. അതുമാത്രമല്ല എന്തോ വേറെ തന്നെ ഒരു രസം. ഇതിനെ കൊണ്ട് ഞാൻ ഇറ്റ്സ് മീ ഇസ്സാന്ന് എഴുതിയിട്ട് ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഗിവ് അവേ ആരും മറന്നക്കല്ലേ. എല്ലാവരും തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയാലോ. പിന്നെ ഗിവ് അവേയുടെ സാധനം ഈ 3-4 ദിവസം കൊണ്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഏതായാലും ഞാൻ നമ്മുടെ ലെറ്റേഴ്സിനെ കൊണ്ട് ഇറ്റ്സ് മീ ഇസ്സാന്ന് ചെയ്തിട്ട് കാണിച്ചുതരാം. അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്നാൽ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാൻ മറക്കണ്ട. കൂടാതെ ഇത് ബാക്ക് ടു സ്കൂളിൻ്റെ വീഡിയോ കൂടി ആയിട്ട് കൂട്ടിക്കോ. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.